ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ യു എയിലോട്ട് മക്കളെയും കൊണ്ട് ഒറ്റക്കാണ് വന്നത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതലായിട്ട് എയർപോർട്ട് വീഡിയോസോ ഫ്ലൈറ്റിൽ നിന്നുള്ള വീഡിയോസോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എയർപോർട്ട് അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇനി ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അതിനെക്കൊണ്ട് എൻ്റെ ജേർണിയിൽ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് അതിനോണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. മേ ബി എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ലഗേജ് അവിടെ കൊണ്ടുവെക്കാൻ മീൻസ് ആ ഏരിയ വരെ ഉള്ളൂ നമുക്ക് അവരെ കൊണ്ട് ഉപകാരമുള്ളൂ. മീൻസ് ഇമിഗ്രേഷൻ ഗേറ്റ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും അവർ ചെയ്തില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. മക്കളെയും നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം. അതിന് വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. ഈ ലഗേജ് അവിടേക്ക് വെക്കുന്നത് വരെ ഉള്ളൂ നമുക്ക് ഒരു ഹെൽപ്പൊക്കെ കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് അതിനോണ്ട് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. എന്തായാലും 500 ആയിപ്പോൾ നമ്മളവർക്ക് കൊടുക്കണം. എന്തായാലും 1000 ആയിട്ട് വരും ചാർജ്. അതുകൊണ്ട് തന്നെ ഞാൻ യു എയിൽ എത്തിയ ടൈമിൽ ഷാർജ എയർപോർട്ടിലായിരുന്നു വന്നത്. അവിടെ നിന്ന് ഞാൻ ആരും ഹെൽപ്പൊന്നും അസിസ്റ്റൻസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ മക്കളെയും കൊണ്ട് ലഗേജ് അവിടെയുള്ള ആൾക്കാരെ ഹെൽപ്പൊക്കെ വാങ്ങി ലഗേജൊക്കെ എടുത്തു. എന്നിട്ട് പുറത്തേക്ക് വന്നത് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ചെറിയ മക്കളുണ്ടെങ്കിൽ ഓരെ ഉറക്കാതെ അന്നത്തെ ദിവസം വെക്കുക. അപ്പം ഫ്ലൈറ്റ് കയറിയാൽ ഒരു വേഗം ഉറങ്ങിക്കോളും. എൻ്റെ മോൻ അങ്ങനെ ചെറിയ ആൾ. എനിക്ക് ഓൻ്റെത് അതിന് ടെൻഷൻ. മറ്റവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് അറിയാനു. കാര്യം ഓനക്ക് പറഞ്ഞാൽ മനസ്സിലാവണ പ്രായമായല്ലോ. മറ്റാൾക്ക് ചെറിയ മോന് 1 year ആണ്. അപ്പോൾ അവന് ടാൻഡ്രംസൊക്കെ വളരെ നല്ലുള്ള ടൈമാണ്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിന് സത്യം പറഞ്ഞാൽ. പക്ഷേ ഓന് ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടേനി. ടേക്ക് ഓഫിൻ്റെ ടൈം തന്നെ ആൾ ഉറങ്ങി ഫീഡ് ചെയ്തപ്പം. അതുകൊണ്ട് എനിക്ക് സമാധാനമായി. ഇവിടെ എത്തുന്ന വരെ ഓൻ എണീറ്റിട്ടില്ലേന് കേട്ടോ. അപ്പം എൻ്റെ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. ഇനി പ്രത്യേകിച്ച് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഇവർ രണ്ടാളും നല്ലോണം കോപ്പറേറ്റ് ചെയ്തതുകൊണ്ട് മാത്രം. അങ്ങനെ ഇവിടെ എത്തി. ഇപ്പം റീസെറ്റിംഗ് ഫേസാണ് കറൻ്റ്ലി. അപ്പം വീടൊന്നും അധികം ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായില്ല. കാര്യം ഓൾറെഡി ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്നതുകൊണ്ട്. പിന്നെ കാറൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർ അങ്ങനെ യൂസ് ചെയ്യലില്ല. അങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ വാഷ് ചെയ്ത് വരുന്ന ടൈം നമ്മൾ ഹോട്ട് ചോക്ലേറ്റും സമൂസയൊക്കെ കുടിച്ചു. പിന്നെ എനിക്കിപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ലൈറ്റ് മ്യൂസിക് കൊടുത്തിട്ടുള്ള വീഡിയോസില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും മക്കൾ കണ്ടിരിക്കും കുറേ ടൈം. പിന്നെ ഈ സാധനം ഇതിൻ്റെ ഓൾ ടൈം ഫേവാണ്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. B11 എല്ലാ ഐറ്റംസും ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയലുണ്ട്. അങ്ങനെ ഇതുവരെ പുതിയ ഐറ്റമാണ്. ഞാൻ അതുവരെ ഈ സാധനം ട്രൈ ആക്കിയിട്ടില്ല. പക്ഷേ കുറച്ച് പൈസ കൂടുതലാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് എനിക്ക് വാങ്ങി തന്നപ്പം ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാര്യം നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ട്രൈ ആകുമ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ആണല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ തിന്നുന്ന ഐറ്റംസ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എൻ്റെ പോലെ തന്നെയാണ് എൻ്റെ എമിനും, മീൻസ് മൂത്താൾ. അവനക്കും ഈ ഫുഡിനോടൊക്കെ ഭയങ്കര പുതിയ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ ഇതൊന്നും കൊടുക്കണ അത്ര നല്ലതല്ല. പക്ഷേ ഇടയ്ക്ക് തിന്നണോണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആദ്യം തന്നെ ചെറിയ ആൾ ഓടി വരുന്നുണ്ട് തിന്നാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളിതാ തിന്നാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് സംഭവം കുറച്ച് ചൂടുണ്ട്. ഈ ചൂടുള്ള സാധനത്തിലേക്ക് തണുപ്പുള്ള ഐസ്ക്രീം ഇട്ടിട്ട് വേണം ഇത് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേലെ കുറച്ച് ഹാർഡായിട്ടും അടിയിൽ ഭയങ്കര സോഫ്റ്റ് കേക്ക്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് നെയ്ച്ചോറും മട്ടൻ കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. എനിക്ക് കുറച്ച് ഈസി ആയിട്ട് എപ്പോഴും തോന്നല് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാനാണ്. നോൺ വെജ് ഐറ്റംസും അതുപോലെ നെയ്ച്ചോറ് അങ്ങനെ ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പണി വേഗം കഴിയും. എനിക്ക് ഈ നോർമൽ സംഭവം ഉണ്ടാക്കണേക്കാട്ടി ഇഷ്ടം കൂടുതൽ ഇങ്ങനത്തെ ഉണ്ടാക്കാനാണ് കേട്ടോ. വേഗം ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ വേഗം പണി കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളമൊക്കെ തിളപ്പിച്ച് അരിയൊക്കെ ഇടാൻ വേണ്ടി പോവാണ്.
റെഡിയായി. ഗീ റൈസും മട്ടൻ കറിയാണ് ഇന്നത്തെ ഫുഡിന് ഉണ്ടാക്കിയത്. സോ ആ മട്ടൻ കറിയൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിനി. അങ്ങനെ ഞാൻ വാക്യൂം ക്ലീനർ വെച്ചിട്ട് എല്ലായിട്ടും ക്ലീൻ ചെയ്യും. എന്നിട്ട് ഞാൻ തുടയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ സോഫൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പാട്ടോ. അതിൻ്റെ അടിയിലുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഊരി കഴിഞ്ഞാൽ സോഫൻ്റെ സൈഡൊക്കെ നമുക്കിങ്ങനെ വാക്യൂം വെച്ച് ക്ലീൻ ചെയ്താൽ ഉള്ളിലൊക്കെ പൊടി ഉണ്ടാവുമല്ലോ, അതൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനൊന്ന് പോയി ഫ്രഷായി, ബോഡി വാഷൊക്കെ ചെയ്തു, കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇനി എൻ്റെ ഫ്രീ ടൈമാണ്. ഇനി ഞാൻ കുറച്ച് TV ഒക്കെ കണ്ട് റിലാക്സ് ആയിട്ടിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യണം. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.